ആനിവേഴ്സറി ആണ്. ഞങ്ങളിപ്പോ വന്ന് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ചെറിയൊരു യാത്രയിലാണ്. സ്ഥലം കാണാനൊന്നുമല്ല, ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ പോലെ ഒരു വാതിരപ്പള്ളിയിലെ ഒരു റിസോർട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈനുമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ കൂടെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയാവൊന്നും അറിയില്ല, പോയി നോക്കാം. നമ്മുടെ റിസോർട്ടിന്റെ പേര് റെയിൻലാൻഡ് റിസോർട്ടാണ്. അവിടെയാണ് പോണേ. അതിരപ്പള്ളിയൊക്കെ കാണാൻ പോകുന്നുള്ളത് അവിടെ ചെന്നിട്ട് അറിയുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രിപ്പ് അടിക്കാം, വെറുതെ ഒന്ന് പോയിട്ട് വരാന്നുള്ള ഒരു മൈൻഡിൽ പോകണം. ഇപ്പൊ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇന്നിപ്പോ കാട്ടിലേക്ക് കയറിയിരിക്കുവാണ്. അവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് യൂഷ്വലായിട്ട് നമ്മളങ്ങോട്ട് നമ്മുടെ പോണ റിസോർട്ടിന്റെ പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അവിടെ. ഈ ഉള്ളിക്കൂടെ കാണണത് ചാലക്കുടി പുഴയാണ്. വെയിറ്റ്, ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. ഞങ്ങൾ പോണ വഴിക്ക് ഏഴാറ്റുമുഖം കണ്ടു, പ്രകൃതി ഗ്രാമം. അപ്പൊ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോകാന്ന് ഓർത്തു. പോയി കാണാം. പറയാനുണ്ടോ? അതെ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്നിവിടെ വന്നപ്പോ വെള്ളമേ ഇല്ല. ഇന്നിപ്പോ ഇത്രയും വെള്ളം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ എൻട്രി ഫീസ് കൊടുക്കണം. ഇങ്ങോട്ടുള്ള ഗാർഡനിലേക്കൊക്കെ കയറണമെങ്കിൽ. ഇത് തൃശ്ശൂരാണ്, ഇവിടം വരെ ഇത് എറണാകുളമാണ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ആ ടിക്കറ്റ് വെച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു നടക്കാമെന്ന് ഓർത്തു. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇതാണ് റൂം. അത് കട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ഹിൽ വ്യൂ ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര ഹിൽ വ്യൂ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ എത്തി നോക്കി കാണാം അങ്ങനെ. പിന്നെ സാധാരണ പോലെ നമ്മൾക്ക് എല്ലാ ഹോട്ടൽസിലും കിട്ടുന്ന പോലെ വെൽക്കം കിറ്റൊക്കെ ഉണ്ടായിരുന്നു.
ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. അവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി ഇറങ്ങി ചെന്നാൽ ഇവിടെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ ഇതൊരു വെറൊരു കെട്ടിടമായിട്ടേ തോന്നുള്ളൂ, പക്ഷേ എൻ്റെ ബാക്കിലേക്കൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്. ഇനി ഞങ്ങൾ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയയും കൂടിയുണ്ട്, ഈ സ്വിമ്മിംഗ് പൂളും ഗാർഡൻ ഏരിയയും കൂടെ കൂടാതെ. ഇവിടെ ഒത്തിരി പ്രശ്നം, ഇവിടെ ലിഫ്റ്റില്ല, ഈ സ്റ്റെപ്പ് മൊത്തം നമ്മൾ കയറണം. ഇനിയും കയറാനുണ്ട് ഗൈസ്. നമുക്കപ്പോൾ വാട്ടർഫോൾസ് കാണാൻ പറ്റുമോ നോക്കാം. ശരിയാണ് കേട്ടോ, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു കോടയുടെയൊക്കെ താഴെ കാണുന്നതാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇപ്പം എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നു. ആക്ച്വലി നല്ല വ്യൂ പോയിൻ്റാണ്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഓർത്തു സെലക്ട് ചെയ്ത ഹോട്ടൽ ചെറുതായിട്ട് പാളിപ്പോയിരുന്നു, ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല കോട ഇറങ്ങുന്ന നല്ല വ്യൂ ഉള്ളൊരു ഹോട്ടലാണത്. ആണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും ഗാർഡൻ ഏരിയയൊക്കെ. കണ്ടോ, ഇത് നേരിട്ട് കാണാൻ ഇതിനും രസമാണ്. ഇതാണ് കിഡ്സ് പ്ലേ ഏരിയ. അഡൾട്ട്സിനും ഉണ്ട് കേട്ടോ. ഇനി നോക്ക്, ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഈനുള്ളതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്താണ് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ പുറത്ത് വന്നിങ്ങനെ ആ ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കാമെന്ന് ഓർത്ത് വന്നിരിക്കണതാണ്. ആക്ച്വലി നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾ ആതിരപ്പള്ളി വരാമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് നല്ല വെയിലായിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു. അവിടെ ഒന്നുമില്ല, കാണാനൊന്നുമില്ല എന്നുള്ളൊരിതുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്ലാൻ മാറ്റണോ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അത്ര ബീച്ച് പേഴ്സൺസ് അല്ല. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ മലകളും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും ഞാൻ +2 ടൂർ വന്നതാണ്. എങ്ങനെയാണ് സ്ഥലം എന്നുള്ളൊരു വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ആ ടൂറിസ്റ്റ് ബസ്സിൽ വരുന്നതാണല്ലോ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പറ്റിയ പെർഫെക്റ്റ് സ്റ്റേക്കേഷൻ ആണെന്ന് തോന്നി. നല്ല സ്ഥലമായിരുന്നു, വിചാരിച്ചതിനേക്കാളും നല്ല സ്റ്റേ ആണെങ്കിലും നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ നോക്കാനൊന്നും ഒത്തിരി നേരം ഉണ്ടായിരുന്നില്ല എവിടെ നിൽക്കണം എന്നുള്ളതൊക്കെ.
ലാസ്റ്റ് കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്തതാണ്. പക്ഷെ ആക്ച്വലി ഇപ്പം തിരുമ്പ നമുക്ക് കാണിച്ചു തന്നിട്ട് മുകളിൽ പോയാൽ നമുക്ക് ആതിരപ്പള്ളി കാണാം. ഇപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റു വാട്ടർഫോളിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റും. പിന്നെ ഇവനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റ്ലെസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഇരുത്താം. ഇനി ആൾ ഉറങ്ങുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഡൗട്ട്. കാരണം ഇവിടെ വളരെ ആക്റ്റീവായിട്ട് നടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടുത്തെ ചെക്കൗട്ട് ടൈം 11 മണിയാണ് ഏകദേശമായി. ഞങ്ങളത് റെഡിയായി. ഇനി ആതിരപ്പള്ളി പോകാനാണ് പ്ലാൻ. അവിടെ വെച്ചാണ് ഞങ്ങൾ ആതിരപ്പള്ളി എത്തി. ടിക്കറ്റ് എടുത്തോണ്ട് വരുവാണ് അക്കു. എത്താറായി. ഇവിടുന്ന് ഒച്ചയൊക്കെ കേൾക്കാം വാട്ടർഫോൾസിന്റെ. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. ഞങ്ങളത് ആ ടോപ്പിലെത്തി. അതിരപ്പള്ളിയുടെ മേളിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് പോകണം. ഭയങ്കര ഇറക്കമാണെന്നാണ്, പറ്റുമോന്നറിയില്ല. താഴത്തേക്ക് വന്നപ്പോ മീൻ ഉറങ്ങിപ്പോയി. സാധാരണ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോകുമ്പോൾ എത്തേണ്ട സ്ഥലത്ത് മീൻ ഉറങ്ങാറുണ്ട്. ഇതിനെ കാണിക്കാണ്ട് എങ്ങനെ പോകുന്നുള്ള വിഷമത്തിലായിരുന്നു. ഇപ്പൊ എഴുതിച്ചിട്ടുണ്ട്. കണ്ണുറങ്ങുമ്പോൾ തന്നെ ആതിരപ്പള്ളി വാട്ടർഫോൾസ്. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി ട്രാവൽ ചെയ്ത് കഴിഞ്ഞു, ഇറങ്ങുവാണ്. ഞങ്ങൾ ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് വാഴച്ചാലിലേക്ക് പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയേക്കുവാണ്. ഇതിവിടെ മൊത്തം ഇനി കാടാണെന്ന് തോന്നുന്നു. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണമായിരിക്കും. ഇതിനു മുമ്പ് പോയപ്പോൾ വാഴച്ചാൽ വാട്ടർഫോൾസ് എന്നൊക്കെ പേരെങ്കിലും വാട്ടർഫോളും കണ്ടിട്ടില്ല. അപ്പം ഈ പ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കണം. റൂട്ടൊക്കെ നല്ല രസമാണ്. പോണ വഴിക്ക് ഞങ്ങളത് വേറൊരു വാട്ടർഫോൾസ് ഉണ്ട്, ചാക്കോ വാട്ടർഫോൾസ്. ഞങ്ങള് വാഴച്ചാലെത്തി. ഇതാണ് വാഴച്ചാൽ വാട്ടർഫോൾസ്. ആതിരപ്പള്ളി പോലെയല്ല. ആതിരപ്പള്ളി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കുത്തനെയുള്ള ഒരു വാട്ടർഫോളാണ്. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെയുള്ള ഒരു വാട്ടർഫോളാണ്. കാണാൻ രസമുണ്ട്.
പിന്നെ അത്ര ക്രൗഡഡ് അല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോരുവാണ്. അപ്പോൾ ആദ്യം കണ്ട വാട്ടർഫോൾ തന്നെ ജസ്റ്റ് നിർത്തി.